കഴിഞ്ഞ 2-3 ആഴ്ചയിലെ നാടൻ വിഭവങ്ങൾക്ക് ശേഷം, എസ്പെഷ്യലി ചക്കക്കുരു ഫീച്ചറിങ് വിഭവങ്ങൾക്ക് ശേഷം, ഞാൻ വേറൊരു പാസ്ത ഡിഷുമായി വന്നിരിക്കുകയാണ്. ഇറ്റാലിയൻ പെന്നെ അൽ അറാബിയാത്ത. പെന്നെ അൽ അറാബിയാത്ത എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ ആംഗ്രി പെന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ആംഗ്രി ഇൻ ദ സെൻസ് ഇറ്റ് ഇസ് വെരി സ്പൈസി. നല്ല എരിവുള്ളതുകൊണ്ടാണ് ആംഗ്രി. ദിസ് ഇസ് എ വെരി യമ്മി പാസ്ത, വെരി ഈസി ടു മേക്ക് ആൻഡ് ഇറ്റ് ടേക്സ് വെരി ലിറ്റിൽ ടൈം. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഇസ് മെയ്ഡ് ആൻഡ് വാട്ട് ഓൾ ആർ ദി ഇൻഗ്രീഡിയൻസ് നീഡഡ്. പെന്നെ പാസ്തയാണ്. സോ വി നീഡ് പെന്നെ പാസ്ത. ദിസ് ഇസ് ഫോർ 1 person. ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് ഞാനിപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പെന്നെ പാസ്ത, ഒരു ബൗളിൽ, ചെറിയൊരു ബൗളിൽ ഇത്രയും. ദെൻ ഗാർലിക്, നല്ല വലിയ ഗാർലിക് 2 ഗാർലിക് ക്ലോവ്സ്. ദെൻ ടൊമാറ്റോ ഒരു 3 എണ്ണം. ടൊമാറ്റോ ചെറുതായിട്ട് മുറിച്ചിട്ട് അത് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് അതിലൊരു പ്യൂറേ ആക്കി എടുക്കുക. അതാണ് വേണ്ടത്. 3 ടൊമാറ്റോ. ആൻഡ് പാസ്തയെ ആംഗ്രി ആക്കുന്ന ചില്ലി ഫ്ലേക്സ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാം. ഞാനിപ്പോൾ 2 സാഷയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. പക്ഷേ പേര് പ്രകാരം ഇത് ആംഗ്രി പെന്നെ ആയിരിക്കണം. അതുകൊണ്ട് എരിവ് കുറയ്ക്കാൻ പാടില്ല, കൂടുതൽ വേണം ഉണ്ടായി. ആൻഡ് ദെൻ ബാലൻസിങ് സൂപ്പർ സ്റ്റാർ ബേസിൽ. സ്നാപ്പിന്റെ ബേസിൽ, ഡ്രൈ ബേസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ബേസിൽ വാങ്ങിക്കിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. അവിടെ 3-4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഗാർലിക്, ടൊമാറ്റോ, ബേസിൽ ആൻഡ് ചില്ലി ഫ്ലേക്സ്. ആൻഡ് ഇറ്റ് മേക്സ് എ വെരി യമ്മി പാസ്ത. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാസ്ത ഉണ്ടാക്കാനുള്ള വെള്ളം ഞാനിവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് തിളച്ചു. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിടുമ്പോഴത്തേക്കും ഇറ്റാലിയൻസ് പറയുന്നത് ഇറ്റ് ഷുഡ് ടേസ്റ്റ് ലൈക്ക് ദി ഓഷ്യൻ എന്നാണ്. നമുക്ക് എന്തായാലും 2 സ്പൂൺ ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമുക്ക് ഈ പാസ്ത അതിലോട്ട് ചെയ്യാനായിട്ട് ഇടാം. പാസ്ത ഇട്ട ഉടനെ നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആൻഡ് അത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. പാസ്ത അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോസിലുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഗാർലിക് ചെറിയ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, പാസ്ത ഉണ്ടാക്കാനുള്ള പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇനി ആഡ് ചെയ്യേണ്ടത് നമ്മൾ തിൻലി സ്ലൈസ് ചെയ്ത ഗാർലിക്. ഇതുകൊണ്ടോ ഗാർലിക് ഒരുപാട് ബ്രൗൺ ആകാൻ, കരിഞ്ഞു പോകാൻ പാടില്ല. സോ ഞാൻ ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലോട്ട് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗാർലിക് ഓൾമോസ്റ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ചില്ലി ഫ്ലേക്സും പിന്നെ ബേസിലും ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓയിൽ കിടന്ന് ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മളുടെ അരച്ചു വെച്ച ടൊമാറ്റോ പ്യൂരെ ആഡ് ചെയ്യാം. ഇതൊരു 3 ടൊമാറ്റോ ആണ്. നിങ്ങൾക്ക് സോസ് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൊമാറ്റോസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം 3 ചെറിയ ടൊമാറ്റോ അരച്ചു വെച്ചതാണ്. ഇപ്പം സോസിന് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ടൊമാറ്റോ പ്യൂരയുടെ. ഇത് ഇനി കുക്കായി വരുമ്പോഴത്തേക്കും ഇതിന്റെ കളർ നല്ല ഡാർക്ക് കളറാണ്. ടൊമാറ്റോ സോസ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പാസ്ത വാട്ടറും കൂടെ ആഡ് ചെയ്യണം. പാസ്ത വാട്ടർ ആഡ് ചെയ്യുന്നത് ഈ സോസിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലെ സ്റ്റാർച്ചും കൂടെ ഇതിലോട്ട് മിക്സ് ആകുമ്പോഴത്തേക്കും സോസ് കുറച്ചും കൂടെ തിക്കാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് പാസ്ത വാട്ടർ ഇതിലോട്ട് ആഡ് ചെയ്യാം. ആൻഡ് ഉപ്പ് നമ്മൾ വേറെ ഇതിൽ ചേർക്കുന്നില്ല. പാസ്തയിൽ നമ്മൾ പാസ്ത വെള്ളം തിളയ്ക്കാൻ നേരത്ത് നമ്മൾ ഉപ്പ് ചേർത്തില്ലേ, ആ ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പം ആവശ്യമുള്ള ഉപ്പ് ഈ പാസ്ത വാട്ടറിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് ഈ സോസ് ഒന്ന് തിക്കാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോസ് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാസ്ത ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം.
ഓക്കെ, സോസും പാസ്തയും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്മെല്ലും വരുന്നുണ്ട്. ആ ടൊമാറ്റോയും ബേസിലും കൂടെ കുക്ക് ആവുന്നതിന്റെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ആംഗ്രി ആണോ ഹാപ്പി ആണോ? ആ ടൊമാറ്റോ സോസിന്റെ നല്ല ടാങ്കിനെസ്സും അതായത് ആ പുളിപ്പും ബേസിലിന്റെ ടേസ്റ്റും. ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം പ്രോട്ടീനായിട്ട്. നമ്മള് ചീസ് ഇടാം. ചീസ് ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ ചീസ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് സോസ് മാത്രമേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനൊക്കെ നല്ലപോലെ ഉണ്ട്. ആംഗ്രി തന്നെയാണ്. എന്തായാലും എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കണ്ടില്ലേ, ആ കൂടെ കുറച്ച് നേരം എടുത്തുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ സമയമില്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ ഓടി വന്ന് ജസ്റ്റ് പാസ്ത കുക്ക് ചെയ്യുക, ടൊമാറ്റോ ആഡ് ചെയ്യുക, ഗാർലിക് ആഡ് ചെയ്യുക, എല്ലാം കൂടെ മിക്സ് ചെയ്യുക, തീർന്നു. അപ്പൊ നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. Until then, bye bye. And ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുതേ. ടാറ്റാ. Okay.